ഹായ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് ചോദിക്കാവുന്ന ഏതാനും ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15. 2024 ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആചരിക്കുന്നത്? 78ാമത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? 1857. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? 1950 ജനുവരി 26. വന്ദേ മാതരം എന്ന ഗാനം എഴുതിയത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ? പയ്യന്നൂരിലെ ഉളിയത്തുകടവിൽ. ദേശീയഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര്? റാം സിംഗ് താക്കൂർ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേര്? പ്ലാസി യുദ്ധം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര്? ശിപ്പായി ലഹള. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി. ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. ഓഗസ്റ്റ് 15 ചരമദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സർദാർ അജിത് സിംഗ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 78 പേർ. ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സി രാജഗോപാലാചാരി. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? മീററ്റ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.